Dear students, welcome back to my channel. APJ Abdul Kalam Technological University, second semester 2019 scheme, EST 110 Engineering Graphics, June 2024 നടന്ന എക്സാമിൻ്റെ ആൻസർ ഡിസ്കഷൻ വിത്ത് ഫൈനൽ സ്കീം, ഫൈനൽ ആൻസർ കീ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. കമൻസ് ഐറ്റം അല്ലാതെയൊക്കെ കുട്ടികളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് സിമ്പിൾ ക്വസ്റ്റ്യൻ തെറ്റി കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഇത്രയേ വരച്ചുള്ളൂ, ക്വാഡ്രൻ്റ് മാറിപ്പോയി, അപ്പോൾ അതിനൊക്കെ എത്ര മാർക്ക് കിട്ടും, അതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കഷൻ വീഡിയോ ആണ്. അല്ലാതെ ആൻസേഴ്സിനെ കൂടുതലായി ഡിസ്കസ് ചെയ്യുന്നില്ല. അത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. 5 പാർട്ടായിട്ട് ഈ 10 ക്വസ്റ്റ്യനും ഡീറ്റെയിൽഡ് ആയിട്ട് വരയ്ക്കുന്ന സ്റ്റെപ്സ് ഉൾപ്പെടെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ആ വീഡിയോ കാണുക. അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഡിസ്കഷനിലോട്ടേക്ക് പോകാം. ഡ്രാഫ്റ്റ് സ്കീം വന്നതിന് ശേഷം ഞങ്ങൾ ടീച്ചേഴ്സ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ കണക്കിലെടുത്ത് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഫൈനൽ സ്കീമിൽ വന്നിട്ടുണ്ട്. ഞാനും കുറേ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നിർദ്ദേശങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഡ്രാഫ്റ്റ് സ്കീമുമായിട്ട് നല്ല വ്യത്യാസമുണ്ട് ഫൈനൽ സ്കീം. അതുകൊണ്ട് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്യുക, അത് നോട്ട് ചെയ്ത് വെക്കുക. മെയിനായിട്ട് വന്നിരിക്കുന്ന ഡിഫറൻസ് ഇതൊക്കെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 and 2 ഞാൻ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഈ ഫൈൻഡ് ചെയ്യാൻ ചോദിക്കാത്ത കാര്യങ്ങൾക്കൊക്കെ മാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത്, ടോപ്പ് വ്യൂയുടെ ലെങ്ത്, ഇതൊക്കെ എടുത്തെഴുതുന്നതിനൊക്കെ മാർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 3 ഒരു മാറ്റവും. ഡ്രാഫ്റ്റ് സ്കീമും ഫൈനൽ ആൻസർ സ്കീമും സെയിം ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 ചെറിയൊരു മാറ്റമുണ്ട്. സെക്കൻഡ് സ്റ്റേജിൽ 4 മാർക്സ് ഉള്ളത് 6 മാർക്സ് ആയി. ഫൈനൽ സ്റ്റേജിലെ 8 മാർക്സ് 6 മാർക്സ് ആയി കുറഞ്ഞു. വേറെ വ്യത്യാസമൊന്നുമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 5 നോ ചേഞ്ച്. ക്വസ്റ്റ്യൻ നമ്പർ 6 ആൻസറിൽ മാറ്റം വരുത്തിൻ്റെ ഇവിടെ ഒരു ലൈൻ ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ ഞാൻ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം സിമ്പിൾ പൊസിഷൻ തെറ്റായി വരച്ചു കഴിഞ്ഞാലും മാക്സിമം മാർക്ക് കൊടുക്കണമെന്നാണ്. ഒരു 17 മാർക്സ് കൊടുക്കാം, അതൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ബട്ട് ഫുൾ മാർക്സ് കൊടുക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് ഗുണമായ രീതിയിൽ ആണ് ആൻസർ വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 7 and 8 ഞാൻ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം സിമ്പിൾ പൊസിഷൻ വരച്ചില്ലെങ്കിലും, അതായത് ഓർത്തോഗ്രാഫിക് പൊസിഷൻ വരച്ചില്ലെങ്കിലും ഫുൾ മാർക്ക് കൊടുക്കണമെന്നാണ്. അത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 9 ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. ഇത്രയും പോർഷൻസ് വരച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അതായത് ഈ ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലെ ഡാറ്റ വെയ്ഗാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. വെയ്ഗല്ല, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ബട്ട് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഡ്രാഫ്റ്റ് സ്കീമിൽ ഫിഗറിലൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതായത് ഡാഷ് ലൈൻ വരച്ചിരിക്കുന്നതും പോയിൻറ്റ്സ് എടുത്തിരിക്കുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഈ സെയിം ഫിഗർ തന്നെ ഞാൻ അറ്റാച്ച് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു റെഫറൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഫിഗർ തന്നെയാണ് ഈ സ്കീമിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 10 നോ ചേഞ്ച്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കാം. ഇവിടെ ഞാൻ ആൻസർ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ആൻസർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ തന്നെ കാണുക. ഇവിടെ A' തന്നിട്ടുണ്ട്, പിന്നെ ഇംഗ്ലീഷ് വിത്ത് HP and VP ആണ് തന്നിരിക്കുന്നത്, ട്രൂ ലെങ്തും. അപ്പോൾ എൻഡ് B ഈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്, ഇതാണ് ഇതിലെ ഹൈലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് A' B1' താഴോട്ടേക്ക് 30 ഡിഗ്രി വരയ്ക്കണം. അതേപോലെ AB2 മുകളിലോട്ടേക്ക് B ഇവിടെ വരുന്ന രീതിയിൽ 20 ഡിഗ്രി എടുത്ത് വരയ്ക്കണം. അങ്ങനെ ചെയ്ത് B2' കണ്ടിട്ട് B' അല്ലെങ്കിൽ B1 കണ്ടിട്ട് BO ആണ് കാണേണ്ടത്. അപ്പോൾ ഞാനിവിടെ ആൽഫ, ബീറ്റ, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ലെങ്ത് ഒക്കെ എടുത്ത് എഴുതിയത് ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയത്. ആൻസർ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എന്താണോ അത് കമൻറ്റ് ചെയ്യുക. ഡ്രാഫ്റ്റ് ആൻസർ കീയിൽ കാര്യങ്ങളൊക്കെ എടുത്തെഴുതുകയും അതിന് മാർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഫൈൻഡിങ് ദ ലെങ്ത് ഓഫ് ദ എലിവേഷൻ, ഫൈൻഡിങ് അപ്പാരൻറ്റ് ഇൻക്ലിനേഷൻ 2+2 4 മാർക്സ് ഉണ്ടായിരുന്നു. ബട്ട് ഈ ക്വസ്റ്റ്യനിൽ എവിടെയും അപ്പാരൻറ്റ് ഇൻക്ലിനേഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയൊന്നും ചോദിച്ചില്ല. നമ്മളൊരു ട്രേസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നിർദ്ദേശം ഞങ്ങൾ കൊടുത്തിരുന്നു. ഞങ്ങൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ആ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്തു കളഞ്ഞു. പ്രൊജക്ഷൻ ഓഫ് ദ ലൈൻ 10 മാർക്സ്, അതായത് ലൊക്കേറ്റിംഗ് A', പിന്നെ ട്രൂ ലെങ്ത് വരയ്ക്കുക, അതിന് 4 മാർക്ക് കിട്ടും. പിന്നെ 6 മാർക്സ് റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാർക്സ് കിട്ടും. കറക്റ്റ് ലാബലിംഗ് ഓഫ് ദ വ്യൂസ് 2 മാർക്സ്, അതായത് A' ഒക്കെ കറക്റ്റായിട്ട് നെയിമിംഗ് ചെയ്ത് കഴിഞ്ഞാൽ 2 മാർക്സ് കിട്ടും. ഹൊറിസോണ്ടൽ ട്രേസ് പോയിൻറ്റ് 3 മാർക്സ്, വെർട്ടിക്കൽ ട്രേസ് പോയിൻറ്റ് 3 മാർക്സ്. അതായത് ട്രേസിൻ്റെ മാർക്ക് ഇവിടെ ഡ്രാഫ്റ്റിനേക്കാൾ കൂടിയിട്ടുണ്ട്. അവിടെ 4 മാർക്കായിരുന്നു, ഇവിടെ 6 മാർക്സ് ആണ്. ട്രേസ് തെറ്റിക്കഴിഞ്ഞാൽ 6 മാർക്സോളം കുറയും. ട്രേസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, ഇനി അത് ജസ്റ്റ് എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ അതിന് 6 മാർക്സ് ആണ് വരുന്നത്. ഡയമെൻഷനിങ് ആൻഡ് നീറ്റ്നസ് 2 മാർക്സ്. ഇങ്ങനെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിൽ നിങ്ങളുടെ മെയിൻ ഡൗട്ട് ഇതായിരിക്കും, ക്വാഡ്രൻ്റ് മാറി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മാർക്ക് കിട്ടും. ക്വാഡ്രൻ്റ് മാറി ചെയ്ത് കഴിഞ്ഞാൽ ഗിവൺ ഡാറ്റാസ് പ്രൊജക്റ്റ് ചെയ്യുന്നതിൻ്റെ 2 to 3 മാർക്സ് അത് കിട്ടും. ബാക്കി വാല്യൂന്നാണ് ഡിപ്പെൻഡ് ചെയ്യും. കൂടുതൽ മാർക്കൊന്നും പ്രതീക്ഷിക്കേണ്ട, കാരണം ക്വാഡ്രൻ്റ് മാറിക്കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് മാർക്ക് കൊടുക്കണമെന്നും ആൻസർ കീയിലില്ല.
ക്വസ്റ്റ്യൻ നമ്പർ 2 വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൽ A' Bയുടെ പൊസിഷൻ, V' പൊസിഷൻ, അതേപോലെ Hൻ്റെ പൊസിഷൻ, ഇത്രയും ഡാറ്റയും ഫ്രണ്ട് വ്യൂയുടെ ഇൻക്ലിനേഷൻ വിത്ത് XY ലൈൻ ആൽഫയുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് A' ആൽഫ ലൈൻ വരച്ച് H' V' കിട്ടി, V കിട്ടി, H' കിട്ടി, HV ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ Aയും 70 mm ഇൻ ഫ്രണ്ട് ആയിട്ട് ഇവിടെ Bയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡോ റൊട്ടേറ്റിംഗ് പ്ലെയിൻ മെത്തേഡോ യൂസ് ചെയ്തിട്ട് ട്രൂ ലെങ്തും ട്രൂ ഇൻക്ലിനേഷനും ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ റൊട്ടേറ്റിംഗ് ലൈൻ യൂസ് ചെയ്ത് റൊട്ടേറ്റിംഗ് പ്ലെയിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാലും മാർക്ക് കിട്ടും. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഈ ലെങ്ത് ഓഫ് ഫ്രണ്ട് വ്യൂ, ലെങ്ത് ഓഫ് ടോപ്പ് വ്യൂ ഇതൊക്കെ എടുത്തെഴുതുന്നതിനൊക്കെ മാർക്ക് ഉണ്ടായിരുന്നു ഡ്രാഫ്റ്റിൽ. അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ട്രൂ ലെങ്തും ട്രൂ ഇൻക്ലിനേഷനും മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവായിട്ട് ഇപ്പോൾ ട്രൂ ലെങ്തും തീറ്റയും ഫൈയും മാത്രമായി. അപ്പോൾ ആ രീതിയിൽ ഡിസ്ട്രിബ്യൂഷനും വന്നു. പ്രൊജക്ഷൻ ഓഫ് ലൈനിന് 10 മാർക്സ്, അതായത് 4+6 വരും. കറക്റ്റ് ലാബലിംഗ് നേരത്തെ പോലെ 2 മാർക്സ്. ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് HP 2 മാർക്സ്. ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് VP 2 മാർക്സ്. ട്രൂ ലെങ്ത് ഓഫ് ദ ലൈൻ 2 മാർക്സ്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഡയമെൻഷനിങ് ആൻഡ് ഇൻട്രസ്റ്റിന് 2 മാർക്സ്. ട്രപ്പിസോയിഡൽ മെത്തേഡ്, അതായത് റൊട്ടേറ്റിംഗ് പ്ലെയിൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടും ഫൈൻഡ് ചെയ്യാം എന്നും കൂടെ ആൻസർ കീഴിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് വരച്ചപ്പോൾ 69 ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ 65 ആണ് കാണുന്നത്. രണ്ടും കാറ്റ് ബേസ്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് എറേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്ന കാര്യം ആൻസർ ചെയ്യുക. ആംഗിളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ കാര്യമായിട്ടൊരു ക്വസ്റ്റ്യൻസും ആരുടെടുത്തും വന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകുക. ഗിവൺ പൊസിഷനൊക്കെ വരച്ച് കഴിഞ്ഞാൽ, അതായത് ഈ 4 ലോക്കസും വരച്ച് കഴിഞ്ഞാൽ 4 മാർക്ക് വരെ കിട്ടാവുന്നതാണ് മാക്സിമം. അതിൽ A' B' ലൈനും വരച്ച് വെച്ചവരുണ്ടാവും, അത്രയും കംപ്ലീറ്റ് ചെയ്തവരുണ്ടാവും, അതിനുശേഷം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. അപ്പോൾ 4 മുതൽ 6 മാർക്ക് വരെ അത്രയും ചെയ്താൽ പ്രതീക്ഷിക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 പോവാം. ഒരു സ്ക്വയർ പ്രിസം VP റെസ്റ്റ് ചെയ്യുന്നതാണ്, അതും എഡ്ജിൽ. അപ്പോൾ ഇതാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ. പിന്നെ 30 ഡിഗ്രി ടു ആക്സിസ് ഇൻക്ലൈൻ ടു VP. അപ്പോൾ ഇതിനെ 30 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്യിപ്പിച്ചിട്ട് ഇത് വരയ്ക്കുന്നു. ഈ ലൈൻ ഡാഷ് ലൈനാണ്, ശ്രദ്ധിക്കുക. ഇൻക്ലിനേഷൻ ഓഫ് ദാറ്റ് ബേസ് എഡ്ജ് വിത്ത് VP ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. അപ്പോൾ ഈ ബേസ് എഡ്ജിൻ്റെ ലെങ്ത് ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് അപ്പാരൻ്റ് ആംഗിൾ ഒന്നും എടുക്കേണ്ട, ആരും എടുത്തിട്ടുണ്ടാകാൻ സാധ്യതയില്ല. 40 ഡിഗ്രി എടുത്ത് വരയ്ക്കാം. ഇത് ഇവിടെ 40 എടുക്കാം, ഇവിടെ 40 എടുക്കാം, ഈ ലൈന് 40 എടുക്കാം, എങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. ഈ സൈഡിലല്ലാതെ ഓപ്പോസിറ്റ് സൈഡിലേക്കും വരയ്ക്കാം. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. ആംഗിളിന് ഇങ്ങനെ 40 ഡിഗ്രി എടുത്ത് വരച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. അതൊക്കെ ആൻസറാണ്. ഡാഷ് ലൈൻസ് ഒക്കെ മാർക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ കീയിൽ ഒരു വ്യത്യാസമില്ല ഡ്രാഫ്റ്റും ഫൈനും തമ്മിൽ. ഇതിന് 4 മാർക്സ്, ഇത് 6, 2 മാർക്സ് ഫോർ നീറ്റ്നെസ് ആൻഡ് 2 മാർക്സ് ഫോർ മാർക്കിംഗ് ഹിഡൻ എഡ്ജസ്. അതായത് ഇവിടെയുള്ള ഈ ഡാഷ് ലൈൻസ്, അതേപോലെ ഇവിടെ ഡാഷ് ലൈൻസ് വരുന്നത്, അത് മാർക്ക് ചെയ്യുന്നതിന് 2 മാർക്സ് ആണ്. ഇതിൽ മെയിനായിട്ട് വന്ന ഡൗട്ട് ഇതായിരിക്കും, സിമ്പിൾ പൊസിഷൻ തെറ്റിപ്പോയി. അതായത് ഈ സ്ക്വയർ താഴെ വരച്ചു, റെക്റ്റാങ്കിളിൽ മുകളിൽ വരച്ച് കഴിഞ്ഞാൽ മാർക്ക് 0 ആണ്. കാരണം സിമ്പിൾ പൊസിഷൻ തെറ്റിക്കഴിഞ്ഞാൽ മിനിമം ഇത്ര മാർക്ക് കൊടുക്കണമെന്നും ആൻസർ കീ ഇല്ല. കാരണം സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ടഫ് ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോഴാണ് അങ്ങനെയൊക്കെ വരാറ്. 30 ഡിഗ്രി ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇങ്ങനെയൊക്കെ എടുത്ത് വരച്ചവരുണ്ടാവും. ഇങ്ങനെ എടുത്ത് വരച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ശരിയാണ്, കാരണം ഇത് 2 സൈഡിലും എഡ്ജ് തന്നെയാണ് വരുന്നത്. പിന്നെ അടുത്തത് ഇവിടെ അപ്പാരൻ്റ് ആംഗിൾ എടുത്ത് വരച്ചവരുണ്ടാവും. അങ്ങനെ അപ്പാരൻ്റ് ആംഗിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേജിൻ്റെ മാർക്ക് കിട്ടില്ല. മിനിമം ഒരു 3 മാർക്സ് എങ്കിലും കൊടുക്കേണ്ടതാണ്. ഈ ഡാഷ് ലൈന് അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവിടെ ഉണ്ടല്ലോ, ഡാഷ് ലൈനായിരിക്കും മിക്കവർക്കും തെറ്റിയിട്ടുണ്ടാകുക. പിന്നെ ഓരോ സ്റ്റേജും കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇത് നോക്കിയിട്ട് എത്ര മാർക്ക് കിട്ടുന്നുള്ള കാര്യം കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 പോകുമ്പോൾ ഇത് കോണാണ്. കോണ് ജനറേറ്ററിൽ HPയിൽ റെസ്റ്റ് ചെയ്യുന്നു. അതായത് ഇവിടെയാണ് റെസ്റ്റ് ചെയ്തിരിക്കുന്നത്. O' E' ആണ് ഞാൻ എടുത്തിരിക്കുന്ന ഈ ലൈൻ. ഈ ലൈൻ XY ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കണം. ഈ കർവ് വിസിബിൾ ആണ്. ഞാൻ ഈ ഡയറക്ഷനോട്ടേക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പെക്സ് സ്കീമിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ അതിനനുസരിച്ച് ഈ ഡാഷ് ലൈനിൽ മാത്രമേ മാറ്റം വരൂ, ബാക്കിയൊക്കെ സെയിം ആയിരിക്കും. ഇവിടെ നോക്കുമ്പോൾ ഇത് വിസിബിൾ ആയിരിക്കും. ഇത് വിസിബിൾ ലൈൻ തന്നെയാണ്. ഡ്രാഫ്റ്റിൽ വന്നിരിക്കുന്നത് ഇതിന് 4 മാർക്ക്, ഇതിനും 4 മാർക്കായിരുന്നു. അതായത് 4+4+ ഇതിന് 8 ആയിരുന്നു. ഓക്കെ, പിന്നെ 2 മാർക്സ് വിസിബിൾ ഇൻവിസിബിൾ എഡ്ജസിനും 2 മാർക്സ് ഡയമെൻഷനിങ് ആൻഡ് നീറ്റ്നെസ് എന്ന രീതിയിലായിരുന്നു വന്നിരിക്കുന്നത്. അതിൽ മാറ്റം വന്നു. ഇത് 4 തന്നെ. ഫസ്റ്റ് ഇൻക്ലിനേഷൻ വ്യൂവിന് 6 മാർക്സ്, അതായത് 2 മാർക്സ് കൂടി, ഇതിൽ നിന്ന് 2 മാർക്സ് കുറഞ്ഞു, ബാക്കിയൊക്കെ സെയിം. ഇനി ആൻസർ സ്കീമിലെ ഫിഗർ ഇങ്ങനെയല്ല. അപ്പെക്സ് എവേ റൈറ്റ് സൈഡ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് അപ്പെക്സ് ആണ് വിസിബിൾ, ബേസ് വിസിബിൾ അല്ല. അതുകൊണ്ട് ഇത് ഡാഷ്ഡ് കർവായിരിക്കും. ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഡയറക്ഷനാണ്. ഏത് ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാലും മാർക്ക് കിട്ടും, കാരണം അതിൻ്റെ പൊസിഷനൊന്നും പ്രോബ്ലത്തിൽ തന്നിട്ടില്ല. ഇനി ഇതിൽ വരുന്ന ഡൗട്ട്, സിമ്പിൾ പൊസിഷൻ മാറി വരയ്ക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് സർക്കിൾ താഴെ വരയ്ക്കുന്നവരെ മുകളിൽ വരയ്ക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ജനറേറ്ററിൽ റെസ്റ്റ് ചെയ്യാത്ത രീതിയിൽ 30 ഡിഗ്രി ഇംഗ്ലണ്ട് എടുത്തൊക്കെ വരച്ചിട്ടുണ്ടാവും. അവർക്ക് ആ 4 മാർക്ക് മാത്രമേ കിട്ടും, ബാക്കിയുള്ള പൊസിഷനൊക്കെ തെറ്റാണ്. ഇനി ജനറേറ്റർ റെസ്റ്റ് ചെയ്ത് സെക്കൻഡ് സ്റ്റേജും ശരിയാക്കി തേർഡ് സ്റ്റേജിൽ അപ്പാരൻ്റ് ആംഗിൾ എടുത്ത് വരച്ച കുറച്ച് പേരുണ്ടായിരുന്നു, എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
അവർക്ക് ഇപ്പോൾ ഈ സ്കീം വരുമ്പോൾ 6 മാർക്സ് കുറയും. വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യും, കാരണം ആ ആംഗിൾ എടുത്താൽ മാത്രമേ തെറ്റുള്ളൂ, ബാക്കിയൊക്കെ വരച്ചത് ശരിയാണ്. അപ്പോൾ ഒരു 3 മാർക്സ് വരെ കൊടുക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അത് 6 മാർക്സും കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒന്നും പറയാൻ പറ്റില്ല, 3 മാർക്സ് കൊടുത്തു കഴിഞ്ഞാലും ഒന്നും പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് വരുമ്പോൾ 5ൽ നോ ചേഞ്ചസ് ഡ്രാഫ്റ്റ് സ്കീമുമായിട്ട് 2 ഓഫ് ഇറ്റ്സ് ബേസ് എഡ്സ് പെർപെൻഡിക്കുലർ ടു VP ആയിട്ട് ഹെക്സഗൺ വരയ്ക്കണം. എന്നിട്ട് ട്രയാങ്കിൾ ഫ്രണ്ട് വ്യൂ വരച്ചിട്ട് 25 mm ബിലോ അപ്പെക്സ് 30 ഡിഗ്രി, അത് ഈ ഡയറക്ഷൻ എടുക്കാം, ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുക്കാം. അതായത് ഇങ്ങനെ സെക്ഷൻ ലൈൻ എടുത്തിട്ട്, അതായത് 30 ഡിഗ്രി ഇവിടെ എടുത്തിട്ട് ഈ ഡയറക്ഷനിൽ സെക്ഷൻ ലൈൻ വരച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടും, കാരണം ഡയറക്ഷൻ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതിൻ്റെ സെക്ഷണൽ ടോപ്പിൽ വരയ്ക്കുക, ട്രൂ ഷേപ്പ് വരയ്ക്കുക. സെക്ഷണൽ ടോപ്പിൽ വരയ്ക്കുമ്പോൾ ഈ 5 and 2 ഈ 2 പോയിൻറ്റ്സും കിട്ടാനായിരിക്കും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവുക. ആ 2 പോയിൻറ്റ് തെറ്റിക്കാൻ മാർക്ക് കുറയും. സ്കീം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഡ്രോയിങ് ഇനീഷ്യൽ പൊസിഷൻ, അതായത് ഫ്രണ്ട് വ്യൂ ടോപ്പിൽ വരയ്ക്കുമ്പോൾ 4 മാർക്സ്, അതായത് ഈ X7 വരച്ച് കഴിഞ്ഞാൽ 2 മാർക്ക്, ഈ ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ 2 മാർക്ക്. ലൊക്കേറ്റിംഗ് സെക്ഷൻ പ്ലെയിൻ ആസ് പെർ ഗിവൺ കണ്ടീഷൻ, അതായത് 25 mm ബിലോ അപ്പെക്സ് 30 ഡിഗ്രിയിൽ ഈ ഡയറക്ഷനിലേക്കോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കോ സെക്ഷൻ ലൈൻ വരച്ച് അതിൽ സെക്ഷൻ പോയിൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്താൽ 3 മാർക്സ് കിട്ടും. സെക്ഷൻ പ്ലാൻ ടോപ്പിൽ വരയ്ക്കുന്നതിന് ഈ 1 2 3 4 5 6 വരയ്ക്കുന്നതിന് 4 മാർക്സ് ആണ്. അതിൽ 5 2 തെറ്റിയതനുസരിച്ച് മാർക്ക് കുറയും, അത് ട്രൂ ഷേപ്പിലും റിഫ്ലക്റ്റ് ചെയ്യും. ഡ്രോയിങ് ട്രൂ ഷേപ്പ് 5 മാർക്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഫൈൻഡിങ് മാക്സിമം ട്രൂ ലെങ്ത് ഓഫ് ദ സൈഡ് ഇൻ ദ സെക്ഷൻ ഓഫ് ദ പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ഷേപ്പിലെ മാക്സിമം ലെങ്ത് എടുത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞു. അത് 1 2 6 5 സെയിം ആണ്. അത് എനിക്ക് കിട്ടിയിരിക്കുന്നത് 80 mm ആണ്, ബട്ട് ഈ ആൻസർ കീയിൽ അവർക്ക് കിട്ടിയിരിക്കുന്നത് 19 mm ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി അത് എടുത്തെഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് വരെ കുറയും. ഇനി ഇതിൽ വന്നിരിക്കുന്ന അടുത്ത ഡൗട്ട്, അതായത് ഹെക്സഗൺ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നായിരിക്കും. അതായത് ഇങ്ങനെ ഈ സൈഡിൽ കോർണർ വരുന്ന രീതിയിൽ ഇങ്ങനെ ഹെക്സഗൺ വരച്ച് കഴിഞ്ഞാൽ മാർക്ക് 0 പ്രതീക്ഷിക്കാം, കാരണം സിമ്പിൾ പൊസിഷൻ തെറ്റാണ്. സിമ്പിൾ പൊസിഷൻ തെറ്റി കഴിഞ്ഞാൽ മാർക്ക് കൊടുക്കണമെന്നും ആൻസർ കീഴിലില്ല. 3 മാർക്ക് വേണമെങ്കിൽ കൊടുക്കാം, കാരണം ഈ 25 mm ബിലോ അപ്പെക്സ് ഒക്കെ കറക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഒരു മാർക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതൊക്കെ വാല്യൂ നാളെ ഡിപ്പെൻഡ് ചെയ്യും. അടുത്തൊരു മിസ്റ്റേക്ക് വരുന്നത്, ഇതൊക്കെ ശരിയായിരിക്കാം, സിമ്പിൾ പൊസിഷൻ ഒക്കെ ആയിരിക്കാം, 25 mm അപ്പെക്സ് എടുക്കുന്ന പകരം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മുകളിലോട്ടേക്ക് 25 എടുത്ത് ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് 30 ഡിഗ്രി ലൈൻ വരച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ സിമ്പിൾ പൊസിഷൻ്റെ മാർക്കും മാത്രമേ കിട്ടുള്ളൂ. ഇനി അടുത്ത ഡൗട്ട് വന്നിരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരച്ച് കഴിഞ്ഞാൽ മാർക്കാണ്. ഇനി സെക്ഷൻ ഇങ്ങനെ തന്നെ വരച്ചിട്ട് ട്രൂ ഷേപ്പ് വരയ്ക്കാൻ ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വരച്ചതോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈനായിട്ട് ഈ സെക്ഷൻ ലൈൻ വരച്ചിട്ട് ഇതിനെ താഴോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇവിടെ ട്രൂ ഷേപ്പ് കിട്ടിയാലും അതൊക്കെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് വരുമ്പോൾ ഇതിൽ കുറേ ചേഞ്ചസ് ഉണ്ട്. ആൻസർ ഇതായിരുന്നു. ആൻഡിൻ്റെ പ്രോബ്ലമാണ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പ്രോബ്ലമാണ്. ആൻഡിൻ്റെ പാത്ത് ഫ്രണ്ട് വ്യൂവിൽ കാണിക്കണം. ഇതിൽ ഹെക്സഗണിൻ്റെ പൊസിഷൻ തന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഈ രീതിയിൽ എടുക്കുന്നതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അതായത് ഇവിടെ കോർണർ വരുന്ന രീതിയിൽ എടുക്കുക. ഞാനങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിൽ നെയിം ചെയ്തിട്ട് ക്ലോക്ക് വൈസിൽ അൺഫോൾഡ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 1 to D ലൈൻ ഇത് വിസിബിൾ ലൈൻ ആയിരിക്കും, അതുകൊണ്ട് ഇവിടെയും വിസിബിൾ ആയിരിക്കും. ഇനി D to 1 ആണ് ജോയിൻ ചെയ്തതെങ്കിൽ ഇവിടെ ഡാഷ് ലൈൻ ആയിരിക്കും കാണിക്കേണ്ടത്. ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, ഈ ഇവിടെ ഒരു ലൈൻ ഉണ്ടായിരുന്നു ഡ്രാഫ്റ്റ് സ്കീമിൽ, അത് ഒഴിവാക്കണം, ഏതെങ്കിലും ഒരു ലൈൻ മതി. അതതുപോലെ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഈ സിമ്പിൾ പൊസിഷൻ ഇതിൽ പറയാത്ത കൊണ്ടും സിമ്പിൾ പൊസിഷൻ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാലും മാക്സിമം മാർക്ക് ഒരു 15-17 മാർക്ക് കൊടുക്കണമെന്ന രീതിയിലാണ് ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫൈനൽ സ്കീമിൽ വന്നപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ ക്യാൻ ഓൾസോ ബി ഡ്രോൺ കീപ്പിംഗ് 2 ബേസ് എഡ്ജസ് പെർപെൻഡിക്കുലർ ടു VP എന്ന് തന്നതുകൊണ്ട് അങ്ങനെ വരച്ചവർക്കും ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഇവിടെ AFED എന്ന് കാണിക്കുന്നത് ക്ലോക്ക് വൈസിൽ ABCDEF നെയിം ചെയ്തിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ അൺഫോൾഡ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ 1 to D വിസിബിൾ ലൈനായിട്ട് ഇവിടെ കാണിക്കാൻ പറ്റൂ. അപ്പോൾ ആൻഡിൻ്റെ പാത്ത് ഫ്രണ്ടിലൂടെയാണെന്ന രീതിയിൽ കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആൻഡിൻ്റെ പാത്ത് ബാക്കിലൂടെ ആയിരിക്കും. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനെപ്പറ്റിയൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഈ ലൈനൊക്കെ വരച്ച് ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് പാത്തും വിസിബിൾ ആയിരിക്കില്ല, കാരണം ഇങ്ങനെ ഒരു ഇത്രയും മാത്രമേ കിട്ടൂ. പിന്നെ ബാക്കി പോർഷൻ ഇവിടുന്ന് ഇവിടത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഫുൾ മാർക്ക് കൊടുക്കണമെന്നതിലാണ് ആൻസർ കീ വന്നിരിക്കുന്നത്. ബട്ട് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. മോഡൽ നമ്പർ 4ത്തെ ക്വസ്റ്റ്യൻ നമ്പർ 7 and 8 ഞാൻ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, ഇത് ഐസോമെട്രിക് വ്യൂ ഓർ പ്രൊജക്ഷൻ ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ വരയ്ക്കാതെ ചെയ്ത് കഴിഞ്ഞാലും ഫുൾ മാർക്ക് കൊടുക്കണമെന്നായിരുന്നു. അപ്പോൾ അത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. 7th ക്വസ്റ്റ്യൻ ഒരു ഫസ്റ്റം ഓഫ് കോണാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വരയ്ക്കുന്ന ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൻസർ കീ ഡ്രാഫ്റ്റ് വന്നിരിക്കുന്നത് 5 + 13 + 2 എന്നുള്ള രീതിയിലായിരുന്നു. അതായത് ഇതിന് 5 മാർക്സ്, ഇതിന് 13 മാർക്സ്. അതായത് ഓർത്തോഗ്രാഫി പ്രൊജക്ഷന് 5 മാർക്സ്, ഐസോമെട്രിക്കിന് 13 മാർക്സ്, 2 മാർക്സ് നീറ്റ്നസ് ആൻഡ് ഡയമെൻഷനിങ്.
അപ്പോൾ അതേപോലെ തന്നെ വന്നു. അപ്പോൾ 18 മാർക്സ് ക്യാൻ ബി ഗിവൺ ഇഫ് ദ ഐസോമെട്രിക് വ്യൂ ഈസ് ഡൺ ഡയറക്റ്റ്ലി വിത്തൗട്ട് ഡ്രോയിങ് ദ ഇനീഷ്യൽ പൊസിഷൻ വ്യൂസ്. അതായത് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കാതെ ഇത് വരച്ചിട്ടുണ്ടെങ്കിൽ 18 മാർക്സ് കൊടുക്കാം എന്ന് ആൻസർ കീയിൽ വന്നിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാകാം. ക്വസ്റ്റ്യൻ നമ്പർ 8 ഒരു ക്യൂബിൻ്റെ മുകളിലുള്ള സ്ഫിയറിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയിരുന്നു. ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കണം, ക്യൂബ് വരയ്ക്കണം, അതിനുശേഷം സ്ഫിയർ വരയ്ക്കണം. അപ്പോൾ ഡ്രാഫ്റ്റിൽ 4+3+4+7+2 എന്നുള്ള രീതിയിലായിരുന്നു. ഐസോമെട്രിക് സ്കെയിലിന് 3 മാർക്സും ഇതിന് 4 മാർക്കാണ്. ക്യൂബിന് 4 മാർക്ക്, സ്ഫിയറിന് 7 മാർക്സ്. ഫൈനൽ സ്കീം വന്നപ്പോൾ രണ്ട് സോളിഡിൻ്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ആക്കി. അതായത് ക്യൂബിനും 5 മാർക്സായി, സ്ഫിയറിനും 5 മാർക്സായി. ഐസോമെട്രിക് സ്കെയിലിന് മാർക്ക് കൂടി 4 ആയി. ഇനി when isometric projection is done directly without drawing the initial position views, the distribution may be taken as follows എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഈ 4 മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഇവിടത്തേക്ക് പോകുന്നു. 5 + 2 7 ആവും, 5 + 2 7 ആവും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഡൗട്ട്സ് 2 ക്വസ്റ്റ്യനിലായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഐസോമെട്രിക്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐസോമെട്രിക് വ്യൂ ആണ്, അതാരും ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാനുള്ള സാധ്യതയില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്, കുറച്ച് പേര് ഐസോമെട്രിക് വ്യൂ വരച്ചിട്ടുണ്ടാകും. അപ്പോൾ ഐസോമെട്രിക് സ്കെയിലിൻ്റെ മാർക്ക് ഓൾറെഡി പോയി. ഡ്രോയിങ് ഇനീഷ്യൽ പൊസിഷൻ ശരിയാണെങ്കിൽ 4 മാർക്ക് കിട്ടും. ബാക്കിയുള്ള കാര്യം അതൊന്നും ഇതിൽ കീയിൽ വന്നിട്ടില്ല, അത് വാല്യൂ നല്ല ഡിപ്പെൻഡ് ചെയ്യും. ക്യൂബ് മാത്രം ശരിയായി കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടും? ഐസോമെട്രിക് പ്രൊജക്ഷൻ ഡയറക്റ്റ് വരച്ച കുട്ടിയാണെങ്കിൽ 4+7 11 മാർക്സ് കിട്ടും. ഇനീഷ്യൽ പൊസിഷൻ കൂടെ വരച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 4+4+5 13 മാർക്ക് കിട്ടും. അതുകൊണ്ടാണ് ഈ ഇനീഷ്യൽ പൊസിഷൻ വരയ്ക്കാൻ വേണ്ടി പറയുന്നത്. സമയമുണ്ടെങ്കിൽ ഇത് വരയ്ക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 പോകാം. ഡ്രാഫ്റ്റ് ആൻസർ കീയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ വലിയൊരു ചേഞ്ച് വന്നിരിക്കുന്നത് ഈ ക്വസ്റ്റ്യനിലാണ്. നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്താണ്. ക്യൂബാണ്, ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്ന ക്യൂബാണ്. അപ്പോൾ ടോപ്പ് വ്യൂ ഇങ്ങനെ കിട്ടും. ഫ്രണ്ട് വ്യൂ ഓക്സിലറി ഗ്രൗണ്ട് ലൈൻ വരച്ചതിന് ശേഷം ആണ് വരയ്ക്കേണ്ടത്. യൂഷ്വലി നമ്മൾ GL വരച്ചിട്ട് ഗ്രൗണ്ട് ലൈൻ വരച്ചിട്ട് അതിൽ ടച്ച് ചെയ്തിട്ടായിരുന്നു ഫ്രണ്ട് വ്യൂ വരയ്ക്കാറ്. ഇവിടെ ഗ്രൗണ്ട് പ്ലെയിനെ കുറിച്ചൊന്നും തന്നിട്ടില്ല, പകരം ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്നു. ആ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനിൻ്റെ ഡിസ്റ്റൻസ് ഫ്രം ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇത് ശ്രദ്ധിക്കുക കേട്ടോ, ഈ ടേം ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈസ് ഈക്വൽ ടു 50 mm ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് വ്യൂ ഇവിടെ വരച്ചതിന് ശേഷം 50 mm താഴെയായിട്ട് S' ലൊക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ SP' ലൊക്കേറ്റ് ചെയ്ത് അങ്ങനെ പെർസ്പെക്റ്റീവ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡ്രാഫ്റ്റ് ആൻസർ സ്കീം വന്നപ്പോൾ അതിലത്തെ ഫിഗറിന് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ മിസ്റ്റേക്ക്, നമ്മുടെ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ റെസ്റ്റ് ചെയ്യുമ്പോൾ ഒബ്സർവർ താഴെയാണ്. അപ്പോൾ താഴെ നോക്കുമ്പോൾ ബോട്ടം ഫേസ് ആണ് കാണുക. അതായത് ഇവിടെ ഈ ഫിഗറിൽ PQRS ആണ് കാണുക, അതാണ് വിസിബിൾ. ഇത് ഡാഷ് ലൈനാണ്. അപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടായിരുന്നു. അത് ആ ഒരു നിർദ്ദേശം മാറ്റാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ പോയിൻ്റ് എടുത്തതിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കറക്റ്റ് ചെയ്ത് ഈ ഫിഗർ തന്നെയാണ് ഫൈനൽ ആൻസർ സ്കീമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വലിയൊരു നോട്ട് ഉണ്ട്, ഇതെന്താണെന്ന് നോക്കാം. അതായത് പറഞ്ഞു വരുന്നത് ഈ ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ്. അതുകൊണ്ട് ഇത്രയും പോർഷൻസ്, അതായത് ഈ ടോപ്പ് വ്യൂവും പിന്നെ ഇവിടെ SP ലൊക്കേറ്റ് ചെയ്തിട്ട് എല്ലാ പോയിൻറ്റ്സും SP-യിലേക്ക് വരച്ച് കഴിഞ്ഞാൽ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കൊടുക്കണമെന്നാണ്. അപ്പോൾ അതിന് കാരണം നോക്കാം. ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ദ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഹൈറ്റ് ഓഫ് ദ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ ഫ്രം ദ ഹൊറൈസൺ പ്ലെയിൻ ഈസ് നോട്ട് സ്പെസിഫൈഡ്, nor is the relative location of auxiliary ground plane and the station point with respect to the ground plane. Instead, only the height of the auxiliary ground plane from the horizontal plane is given, which is vague. Vague ആയിട്ടുള്ള ഒരു പോയിന്റ്, അത് ക്ലിയർ അല്ലാത്തതാണ് പ്രശ്നം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. As a result, the problem cannot be solved with the data provided. Therefore, students should be awarded full credit of 20 marks if they have attempted the question by drawing the top view of the arrangement, however complete it is. അപ്പോൾ ഇത്രയും വരച്ച് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കൊടുക്കണമെന്നാണ്. അടുത്തായി കൊടുത്തിരിക്കുന്നു, ദ കംപ്ലീറ്റ് സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം വെൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈസ് അസ്യൂംഡ് ടു ബി ദ സെയിം ആസ് ഹൊറൈസൺ പ്ലെയിൻ ഗിവൺ ബിലോ. ഹൊറിസോണ്ടൽ പ്ലെയിനും ഹൊറൈസൺ പ്ലെയിനും സെയിം ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ആൻസർ എന്നാണ് തന്നിരിക്കുന്നത്. അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനിന് പകരം ഹൊറൈസൺ പ്ലെയിനെ തന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നു, അതിൻ്റെ ആൻസർ ഇതാണെന്നാണ് തന്നിരിക്കുന്നത്. ബട്ട് ആ പറഞ്ഞിരിക്കുന്ന കാര്യം തെറ്റാണ്. നമുക്ക് നോക്കാം. ഇത് എൻജിനീയറിംഗ് ഡ്രോയിങ് ബൈ ND ഭട്ട് എന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. അതായത് എൻജിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ടെക്സ്റ്റ് ബുക്കാണ് എൻജിനീയറിംഗ് ഡ്രോയിങ് ബൈ ND ഭട്ട്. ഈ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൺസെപ്റ്റൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഈ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, 4th പോയിൻ്റായിട്ട്, അതായത് എലമെൻറ്റ്സ് ഓഫ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ 4th പോയിൻ്റായിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിൻ HP എന്നുള്ള രീതിയിലാണ് ഹൊറൈസൺ പ്ലെയിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദിസ് ഇമാജിനറി പ്ലെയിൻ ഈസ് അറ്റ് ദ ലെവൽ ഓഫ് ദ ഐ, ദാറ്റ് ഈസ് ദ സ്റ്റേഷൻ പോയിൻറ്റ്.
ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ പ്ലെയിൻ എബോവ് ദ ഗ്രൗണ്ട് പ്ലെയിൻ ആൻഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ പിക്ചർ പ്ലെയിൻ. എന്നിട്ട് ഈ എലമെൻറ്റ്സ് ഓഫ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ്റെ ഫിഗർ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ പ്ലെയിൻസ് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ ഇവിടെ കാണിക്കുന്നുണ്ട്, ഗ്രൗണ്ട് പ്ലെയിൻ കാണിക്കുന്നുണ്ട്, അതേപോലെ ഹൊറൈസൺ പ്ലെയിൻ HP എന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ക്ലിയർ ആണ് ഹൊറൈസൺ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും സെയിം ആണെന്ന്. ഓക്കെ, ക്വസ്റ്റ്യൻ ശരിയാണ്, ഇതിന് ആൻസറും ഉണ്ട്. ബട്ട് ഇങ്ങനെ തന്നിരിക്കുന്നത് വളരെ ഉപകാരമായി. കാരണം പല കുട്ടികൾക്കും ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ ഇത് വരയ്ക്കാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. ഇത്രയും പോർഷൻസ് വരച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ആയിട്ടുണ്ടാവും. ഇതിൻ്റെ ഓപ്ഷൻ ആണെങ്കിൽ വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് ചെയ്യാൻ പറ്റാതെ ഇത് ഇത്രയും വെച്ച് കുറേ പേരുടെ മാർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് കുട്ടികൾ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യം ശരിയാണ്. എനിക്കും ഈ പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഈ സെമസ്റ്റർ വന്നത്. ഇതിനു മുമ്പൊക്കെ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യിച്ചിട്ടായിരുന്നു. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുമില്ല. കാരണം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരില്ല എന്നുള്ള രീതിയിലായിരുന്നു നിന്നത്. അത് വളരെ ഉപകാരമായിട്ടുണ്ട്. ബട്ട് ആൻസർ ഉണ്ട്, ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്രയും ചെയ്തവർക്ക് ഫുൾ മാർക്ക് കിട്ടും. ഏറ്റവും കൂടുതൽ കുട്ടികൾ എന്നോട് ചോദിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്, ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് മാർക്ക് കിട്ടുക എന്നുള്ള കാര്യം. അപ്പോൾ ഇത്രയും ടോപ്പിൽ വരച്ച് ഇത്രയും പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20 മാർക്സ് കിട്ടും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. നോ ചേഞ്ച് വിത്ത് ഡ്രാഫ്റ്റ് സ്കീം 6 മാർക്ക് ഡ്രോയിങ് എലിവേഷൻ, ഡ്രോയിങ് പ്ലാൻ 6, ഡ്രോയിങ് സൈഡ് വ്യൂ 6, നീറ്റ്നസ് ആൻഡ് ഡയമെൻഷനിങ് 2 മാർക്സ്. ഫസ്റ്റ് ആംഗിൾ പൊസിഷൻ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫോളോ ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ രീതിയിൽ ഫുൾ മാർക്ക് കിട്ടും. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. നമ്മൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ ഫൈനൽ ആൻസർ കീയിൽ കൺസിഡർ ചെയ്തുകൊണ്ടും കുട്ടികൾക്ക് ഗുണമായിട്ട് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 6-ലും ക്വസ്റ്റ്യൻ നമ്പർ 9-ലൊക്കെയുള്ള പെർസ്പെക്റ്റീവ് പൊസിഷനിലൊക്കെയുള്ള ആൻസർ കീയിലെ മാറ്റം വളരെ അധികം കുട്ടികൾക്ക് ഉപകാരമായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഡൗട്ട്സൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി കമൻറ്റിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.